കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ഉത്തരവ് തിരുത്താൻ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ജനറൽ ഉത്തരവ് തിരുത്തി അയക്കണമെന്നാവശ്യപ്പെട്ട് AG വ്യവസായ വകുപ്പ് സെക്രട്ടറിക്ക് കത്തയച്ചു. വിവാദ ഭാഗങ്ങൾ നീക്കി കോടതി ഉത്തരവ് പ്രകാരം തിരുത്തി ഇറക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങൾ ആന്റണി ജിസോർ നൽകും. കഴിഞ്ഞ ദിവസമാണ് കശുവണ്ടി വികസന കോർപ്പറേഷൻ മായി ബന്ധപ്പെട്ട കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ ഈ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി ഉത്തരവ് ഇറക്കിയത്. പക്ഷേ ആ ഉത്തരവിൽ ചില വിവാദ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും കോടതിയലക്ഷ്യ നടപടി ഒഴിവാക്കാനാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതെന്നും കേസിനെക്കുറിച്ച് മനസ്സിരുത്തി പഠിക്കാൻ സമയം ലഭിച്ചില്ലെന്നും വിചാരണ കോടതിയെ പോലെ ഹൈക്കോടതി സമ്മർദ്ദം ചെലുത്തുന്നു എന്നും അതുകൊണ്ടാണ് ആ സമ്മർദ്ദം കാരണമാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയതെന്നും അല്ലെങ്കിൽ അതിനെ നിർബന്ധിതരായതെന്നുമായിരുന്നു ഈ ഉത്തരവിൽ വ്യവസായ വകുപ്പ് സെക്രട്ടറി പുറത്തിറക്കിയ പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് വിവാദമാവുകയും ചെയ്തു. കാരണം പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ ഈ ഉത്തരവ് ഹാജരാക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി. പിന്നീട് അത് ഇത്തരം പരാമർശങ്ങൾ അടങ്ങിയ ഉത്തരവ് ഹൈക്കോടതിയിൽ ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായും ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടാകും. മാത്രമല്ല കോടതിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അത്തരത്തിൽ ഉള്ള ഈ പരാമർശങ്ങൾ എന്നതും AG ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉത്തരവ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഔദ്യോഗികമായി തന്നെ ഒരു കത്ത് വ്യവസായ വകുപ്പ് സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്നത്. വിവാദമായ ഭാഗങ്ങളെല്ലാം മാറ്റണം, പുതുക്കിയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി തിരുത്തി പുതിയ ഉത്തരവ് ഇറക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വ്യവസായ വകുപ്പ് സെക്രട്ടറിക്ക് അയച്ച ഇമെയിലിൽ AG അഡ്വക്കേറ്റ് JG ബാബു ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസമാണ് ഈ കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കുന്നത്. ഏതാണ്ട് 5 വർഷത്തിന് ശേഷം ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയത്. ഏതായാലും കഴിഞ്ഞ ദിവസം ആ കേസ് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഉത്തരവ് ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ കോടതിയിൽ ആ ഉത്തരവ് AG ഹാജരാക്കിയിരുന്നില്ല. കാരണം ഈ വിവാദ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ്. പിന്നീട് ഉത്തരവ് അടുത്ത ബുധനാഴ്ച ഹാജരാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഈ ഉത്തരവിലെ വിവാദ ഭാഗങ്ങൾക്ക് പുറമെ ഈ R ചന്ദ്രശേഖരൻ അന്ന് ഈ കോടതിയിൽ ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ കാര്യം അറിയിച്ചതിന് പിന്നാലെ തന്നെ ആ ഉത്തരവ് ഹൈക്കോടതിയിലേക്ക് നൽകിയിട്ടില്ല. പക്ഷേ അതിനുള്ളിൽ തന്നെ ഈ R ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉത്തരവിലെ ഭാഗങ്ങളൊക്കെ വായിക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായി. ഏതായാലും ഇപ്പോൾ ആ ഉത്തരവ് തിരുത്തി ഈ വിവാദമായ ഭാഗങ്ങൾ ഒഴിവാക്കി പുതിയ ഉത്തരവ് ഇറക്കാനാണ് ഇപ്പോൾ AG ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ആന്റണി ജിസോർജാണ് വിവരങ്ങൾ നൽകിയത്.